ശരിക്കും വണ്ടി ഇറങ്ങിയതിന് ശേഷം നമുക്ക് തിരിച്ച് വരാവുള്ളൂ. ഇതിപ്പോൾ മുന്നോട്ട് തന്നെ വീണ്ടും പോകുവാണ്. വീണ്ടും വണ്ടി പുറകോട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് റിവേഴ്സ് വരാനായിട്ട് പോവുക. മേഡമാണ് വണ്ടി എടുക്കുന്നത്. ഇത് സെലീറിയോ മാനുവൽ വണ്ടിയാണ്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 3-4 മാസം പോലും ആയിട്ടില്ല. വണ്ടി റിവേഴ്സിൽ ഞാൻ പതുക്കെ വരുവാണ്. അങ്ങനെ പുറകോട്ട് വന്ന് ഈ വഴി വണ്ടി കയറണം. ബാക്ക് ഇപ്പം നേരത്തെയാണ് തിരിച്ച് വെച്ചത്. നേരത്തെ തിരിച്ച് വെച്ചാൽ നമുക്ക് ഈ മതിലിലോട്ട് ചേർന്ന് പോകും. അപ്പോൾ ഇച്ചിരി കൂടെ വൈഡ് ആക്കിയിട്ട് ഇപ്പോഴും തിരിച്ച് കൂടുതൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ തിരിക്കാൻ പാടില്ല. വണ്ടി ബാക്ക് ഇറങ്ങുന്നതനുസരിച്ചേ തിരിക്കാവുള്ളൂ. പിന്നെ പതുക്കെ ഇറങ്ങി വരുവാണ് വണ്ടി. നോക്കട്ടെ, നമുക്ക് ഇറങ്ങി കൂടുതലാണ് തിരിയുന്നത്. കൂടുതൽ തിരിച്ച് വേണ്ടേ, ഈ സൈഡ് ചേർന്ന് കൂടെ ഇച്ചിരി നേരെയാക്കി കൊടുക്കുക. അപ്പോൾ വണ്ടിയുടെ വീൽ ഇപ്പോഴും തിരിഞ്ഞ് തന്നെ ഇരിക്കും. നേരെയാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഇച്ചിരി വൈഡാകത്തുള്ളൂ. വീലങ്ങനെ നേരെയാക്കുന്നുണ്ട്. അപ്പോൾ എപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട് പോകുമ്പോഴും നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശം മാക്സിമം ചേർന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഇടവഴിയിലോട്ട് കയറാൻ പറ്റും. ഒരുപാട് നേരത്തെ ചേർന്നാൽ തീർച്ചയായിട്ടും ബാക്ക് അങ്ങോട്ട് പോയി പറ്റും. വണ്ടി ഇപ്പോൾ ചരിഞ്ഞാണ് പോകുന്നത്. കാരണം നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഇടിച്ച് ഇടവഴിക്ക് ഇച്ചിരി വീതി കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനിയിപ്പോൾ ഇച്ചിരി കൂടെ പുറകോട്ട് പോകണം. പുറകോട്ട് പോയിട്ട് ഫുള്ള് ലെഫ്റ്റ് തിരിക്കണം. അപ്പോൾ വണ്ടിയുടെ ബോഡി കറക്റ്റ് ലെവലിൽ കിട്ടും. നോക്കാം. അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള റോഡാണെങ്കിൽ തിരക്കുള്ള റോഡ് തന്നെയാണ്. തിരക്കില്ലെങ്കിൽ തിരക്കില്ലാത്ത റോഡുമാണ്. വണ്ടികളെല്ലാം വരുന്നുണ്ട്. ഇങ്ങോട്ടത്തേക്കാണ് തോന്നുന്നു കാറ്ററിംഗ് വണ്ടി വരുന്നത്. വണ്ടി പുറകോട്ട് പോകാനായിട്ട് മുന്നോട്ടേക്കല്ല. ചേട്ടൻ ഇത് റിവേഴ്സ് എടുക്കുന്നുണ്ടാവും. ചേട്ടനൊരു പന്തിയുടെ തോന്നി ചേട്ടനൊന്ന് സ്ലോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വണ്ടി ഇനിയും പുറകോട്ട് പോകണം. ഇനിയും നമ്മളിവിടുന്ന് പ്രാക്ടീസ് കൊടുത്തതിന് ശേഷം പോകത്തുള്ളൂ. കാരണം റിവേഴ്സ് പാർക്കിങ്ങും അതേപോലെ വണ്ടി ഏതെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോഴത്തേനും നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ കയറുമ്പോൾ പാർക്കിങ്ങാണ് മേഡത്തിന് പ്രശ്നം. എങ്കിലും ആ പാർക്കിംഗ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. ഇത് വീണ്ടും പറയുവാണ്. ഇത്രയും നമ്മൾ കയറിക്കൊണ്ടിരുന്നത് ലെഫ്റ്റായിരുന്നു. ലെഫ്റ്റ് പോയതിന് ശേഷമാണ് റിവേഴ്സ് വന്നത്. ഇനിയിപ്പം നമ്മളിപ്പം റൈറ്റ് പോയിട്ടാണ് റിവേഴ്സ് വരുന്നത്. ഇത്രയേരം ശംഭുവശം കൂടെ ഇതിപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി ഇപ്പോൾ റൈറ്റിലോട്ട് പോകുക. അപ്പോൾ രണ്ട് സൈഡും തിരക്കുള്ള റോഡാണ്, വണ്ടി വരുന്നതാണ്. അപ്പോൾ നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കടന്നു വരുന്നുണ്ട്. ചെറിയ റോഡുമാണ്. അവിടെ നിന്ന് നമ്മൾ കുഞ്ഞു റോഡിലോട്ടാണ് റിവേഴ്സ് പാർക്കിംഗ് കാണിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് ഇനിയും പോകണം. വീണ്ടും ഞാൻ പറയുവാണ്, ഇത് മാനുവൽ വണ്ടിയാണ്, അല്ലാതെ ഓട്ടോമാറ്റിക് വണ്ടിയല്ല. ക്ലച്ചെല്ലാം കറക്റ്റായിട്ട് താങ്ങിയില്ലെങ്കിൽ വണ്ടി തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തോട്ട് വരത്തില്ല. വീണ്ടും റിവേഴ്സ്. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ചെട്ടിയാമ്പല ഉണ്ടായിരുന്നു, അതിൻ്റെ പുഴുവാണ്. പുഴു ഉണ്ടായിരുന്നു. ശംഭു അതിനെ അതിവ്യക്തമായിട്ട് ജീവനോടെ തന്നെ കളഞ്ഞു. കാരണം നമുക്ക് ഒന്നിനെയും നമുക്ക് കൊല്ലാനുള്ള ദൈവം നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ കൊല്ലരുതെന്നാണ് പറഞ്ഞു. അങ്ങനെയല്ല അങ്ങനെ കണ്ട. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ശംഭുവിന് ഇപ്പം ഇച്ചിരി കൂടെ ഗ്ലാമർ ആയിട്ടില്ല. നോക്കിക്കേ സുന്ദരനായില്ലേ? നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ശംഭു അച്ഛന് ഗ്ലാമർ ആയിട്ടുണ്ടാണ്. ഓക്കെ, നോക്കി വേണ്ട. വണ്ടിയുടെ ഗ്യാപ്പ് നോക്കി. ഇതണ്ട, ഇതിപ്പം പോസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ബാക്ക് വീല്, ഈ വീല് ഇവിടെ മാക്സിമം ചേർന്ന് വരണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ റിവേഴ്സിലോട്ട് പോവുക. തിരക്കുള്ള റോഡാണ്. ഒരുപാട് നേരം ഇവിടെ നിന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. വണ്ടികൾ വരുന്നുണ്ട്. 2 വീലർ ആണെങ്കിലും എല്ലാം വരുന്നുണ്ട്. ഹെൽമെറ്റ് വെച്ച് തന്നെയാണ് ചേട്ടൻ പറയുന്നത്. വീണ്ടും വണ്ടി മുന്നോട്ട് കയറ്റുക. കാരണം നമ്മുടെ പാർക്കിങ് കറക്റ്റായില്ല. റിവേഴ്സിൽ വന്ന് വണ്ടിയുടെ വീല് നേരെയാക്കി വീണ്ടും മുന്നോട്ട് കയറി പോവുക. അവിടെ നിർത്തി അവിടെ നിന്ന് വീണ്ടും റിവേഴ്സിലോട്ട് വരുവാണ്. റിവേഴ്സിലോട്ട് വരുമ്പോൾ വണ്ടിയുടെ ബാക്ക് വീല് മാക്സിമം ചേർന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വഴിയിലോട്ടാണ് പോകേണ്ടത്. കണ്ട, തൂണ് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ട, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പില്ലറിനോട് ചേർന്ന്, പില്ലറല്ല ഇത് നമ്മുടെ തൂണാണ്, പോസ്റ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുക. ശംഭു ആരോഗ്യമില്ലാതെ അല്ല, ഫുഡ് കഴിക്കാതെ അല്ല ഈ വണ്ണം വെക്കാത്തത്, കഴിക്കുന്നുണ്ട്. അവൻ്റെ ശരീരപ്രകൃതി അങ്ങനെ തന്നെയാണ്. മാക്സിമം അടുപ്പിച്ച് തിരിച്ച് അകന്നകന്ന് പോവുക. മാക്സിമം ചേർന്ന് പറഞ്ഞു. മാക്സിമം ഇനിയും തിരിഞ്ഞ് വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഈ വഴിയിലോട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. വണ്ടി വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ലൈസൻസ് എടുത്ത് 10, 12, 14, 15, 20, 25, 30, 40, 50 കൊല്ലമായവർക്കാണ് ഞങ്ങൾ പ്രാക്ടീസ് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെയും പുറകോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ശംഭു അപ്പുറത്തെ സൈഡിൽ നിൽക്കുക. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ഇതാണ് വണ്ടി നേരെയാക്കി. കാരണം നേരെയാക്കിയത് ഈ മതിലിലോട്ട് വന്ന് തട്ടും. നേരെയാക്കാൻ പാടില്ല. ബാക്ക് ലെവലിൽ വന്നിട്ട് നേരെയാക്കാം. എൻ്റെ പുറകോട്ട് പതുക്കെ ഇറങ്ങി വരണം. ഇതല്ല
പതുക്കെ ഇറങ്ങി വന്ന് പാർക്കിംഗ് ആണ് എല്ലാവരും പ്രശ്നം. നേരെ ഓടിച്ചുകൊണ്ട് പോകും ഹൈവേയിൽ. ഇന്നലെ പോയ സ്ഥലത്ത് അങ്ങനെയല്ല, ഹൈവേയിൽ ഓടിക്കാൻ പേടി, ചെറിയ റോഡിലെല്ലാം നല്ല രീതിയിൽ ഓടിക്കുന്നു. അത് വണ്ടി ഹൈവേയിലോട്ട് കയറുമ്പോൾ, ചെറിയ റോഡിൽ നിന്ന് ഹൈവേയിലോട്ട് കയറുമ്പോൾ ചെറിയൊരു പേടി തോന്നുന്നു. എന്നാൽ ബാക്കിലോട്ട് ഇറങ്ങി ഒരു വണ്ടി. അങ്ങനെ നമ്മൾ ആദ്യം കൊടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് കയറിയിട്ട് റിവേഴ്സ് വരുവാണ്. ഇതിപ്പം റൈറ്റിൽ നിന്ന് കയറിയിട്ട് റിവേഴ്സ് വരും. ഇനിയും വണ്ടി പുറകോട്ട് ഇറങ്ങി വരണം. വീണ്ടും വണ്ടി പുറകോട്ട് ഇറങ്ങി വരണം. കൂടുതൽ അവിടെ നിന്ന് വൈഡാക്കി കൊണ്ടുപോകും. വീണ്ടും നമ്മൾ പാർക്കിംഗ് കറക്റ്റായിട്ട് ആയി. മേഡം ടെൻഷനാണ്. ഓക്കെ, വണ്ടി കറക്റ്റായിട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ. കറക്റ്റ്. ഓക്കെ, എപ്പോ ഇയാള് നമ്മുടെ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോ അവിടെ വെച്ച് വണ്ടി നേരെയാക്കണം. ഇനി ഇയാളുടെ അടുത്തോട്ട് തിരിയരുത് വണ്ടി. അങ്ങനെ കണ്ടാ? ഓക്കെ ആണോ? ഇനി നോക്ക്, അയാൾ എവിടെയാണ് നിൽക്കുന്നത്. അയാളുടെ അടുക്കൽ മാറണം. എങ്ങോട്ട് മാറണം? നോക്ക്, എങ്ങോട്ട് മാറണം? മോളെ ഇനിയില്ല മോളെ നോക്കുന്നു. ഞാൻ പറഞ്ഞില്ല അതേ നോക്കരുത്. അതേ നോക്കി അറിയുമോ നേരെ പുറകിൽ നിൽക്കുന്ന ആളെ? അതിൽ നോക്കുന്നതുകൊണ്ട് ഈ കൺഫ്യൂഷൻ പറഞ്ഞത്. കാരണം എങ്ങോട്ട് മാറ്റണം എന്ന് അറിയാൻ മേല. അയാളിപ്പം ഈ സ്ക്രീനിൽ കാണിക്കാൻ എവിടെ നിൽക്കുന്നതല്ല. റൈറ്റ് സൈഡിലാണ് സ്ക്രീനിൽ കാണുന്നത്. ശരിയല്ലേ? അയാൾ എവിടെ നിൽക്കുന്നത് വേണ്ടിയാണ്? നിറവിൽ കാണാമോ അയാളെ? ഇല്ല. ലെഫ്റ്റിലേക്ക് തിരിച്ച് മോള് നോക്കിക്കുക. സ്പേസ് എവിടെയാണ് ഉള്ളത്? ഇവിടെയല്ലേ ഉള്ളത്. ഫുള്ളി ഇങ്ങോട്ട് തിരിച്ചിരി പുറകോട്ട് എടുക്കും. അയാൾ ആ നിറവിൽ വരുമെന്ന് നോക്കും. പയ്യോ സ്റ്റാർട്ട് ചെയ്തോ. വാ, ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടാ. ഹാഫ് ക്ലച്ച് ആയിട്ടേ വിടാവുള്ളൂ, അല്ലെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങ് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് പോവാം. പിന്നെ അത് തന്നെയല്ലേ ചെയ്യുന്നത്. എവിടെയാ നോക്കുന്നത്? സ്ക്രീനില്ല, മിററില്ല. നിർത്ത്. സ്ക്രീനില്ല, മിററില്ല. കേട്ടില്ല? എവിടെയാ നോക്കിയത്? സ്ക്രീനിലാണോ നോക്കിയത്, മിററിലാണോ? ഞാൻ എന്തിലും നോക്കരുതെന്നാ പറഞ്ഞത്. വീതിയുള്ള ഒരു സ്ഥലമാണെങ്കിൽ സ്ക്രീനിൽ നോക്കിക്കോ, കുഴപ്പമില്ല. ഇത് കണ്ട, ഇതിപ്പോൾ അയാൾ എവിടെ നിൽക്കുന്നെന്ന് പോലും അറിയാൻ വയ്യ. സ്ക്രീനിൽ അങ്ങനെ കാണിക്കത്തില്ല, മനസ്സിലായോ? അത് എവിടെ നോക്കണം? നമുക്ക് ബോധമുണ്ട് അയാൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അയാൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത് വണ്ടിയുടെ, അല്ലേ? അപ്പൊ ലെഫ്റ്റിലേക്ക് വണ്ടി പോകരുത്. എന്ത് ചെയ്യണം? തിരിച്ചില്ല അങ്ങോട്ട്. കാരണം ഒരുപാട് ദൂരത്തല്ല അയാൾ നിൽക്കുന്നത്. എന്നിട്ട് പതിയെ ഇപ്പോഴും റൈറ്റിലാണ് നോക്കിയിരിക്കുന്നത്. പിടിക്കാനുള്ള സാധനം ലെഫ്റ്റിലായിരിക്കുന്നത്. മാറില്ലെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അപ്പം എന്ത് ചെയ്യണം? ഫ്രണ്ട് എടുക്കും. എന്നിട്ട് എങ്ങോട്ട് വണ്ടി മാറ്റിയാൽ അയാൾ മാറുമെന്ന് നോക്കും. എങ്ങോട്ട് മാറ്റണം? മാറ്റി കൊണ്ടുപോകും. മാറിയില്ല. അങ്ങനെ പയ്യെ നീങ്ങിയാൽ മതിയാ. ഇനി അവിടുന്ന് വരാൻ പറ്റുവാ? അപ്പോൾ അവിടെ നിർത്തി അയാളെ ഇടിക്കാതെ അയാളെ കടന്നു പോകും. പിന്നെ അത് തന്നെയല്ലേ ചെയ്യുന്നത്. അയാളെ ഇടിക്കില്ലാന്ന് തോന്നെടുത്ത് വെച്ച് എന്ത് ചെയ്യണം? വണ്ടിയെ നേരെ ആക്കിയില്ലെങ്കിൽ ഇനി ഇരിക്കാൻ ചാൻസ് ഉള്ള എവിടെയാ നോക്ക്. മാറിയാലോ അടുത്ത സ്ഥലം നോക്കി. അയാളുടെ നേരെ മാറിയാലോ ഇനി തിരിക്കാനുണ്ടോ സ്റ്റിയറിങ്? അയാളെടുക്കാന്ന് മാറിയെന്ന് തോന്നുമ്പോൾ ഉരുളും തോറും നേരെയാക്കി കൊടുക്കും. പിന്നെ അയാളുടെ അടുത്ത് പോവാതെ നോക്കിയാൽ മതി. ശരിയല്ലേ? ഇനി നോക്ക്.
നോക്കി എവിടെയാണ് നിൽക്കുന്നത്. നിർത്തി നോക്ക്. ഇവിടെ പുറകോട്ട് ഇറങ്ങി നിൽക്കുക. അതിൻ്റെ തിരിക്കാൻ ഒരു സ്ഥലം കണ്ട. എങ്ങോട്ട് നോക്ക്. കൊല്ലാനുള്ള പരിപാടിയാണ്. ഉരുട്ടരുതപ്പം. ഉരുട്ടിയാൽ എന്താ പറ്റും? അപ്പം എങ്ങോട്ട് മാറും? മുമ്പോട്ട് പോയി ശരി മാറ്റി. ഒരുപാട് മുന്നോട്ടൊന്നും പോകണ്ട. കണ്ട റിവേഴ്സിൽ അത് അടിക്കാൻ അങ്ങോട്ട് മാറണം. ഇവിടുന്ന് അനങ്ങുമ്പോഴേ വണ്ടിയെ മാറ്റി മാറ്റി കൊണ്ടുവരും. ഒഴിവായി തോന്നി അടുത്ത സ്ഥലം ശ്രദ്ധിക്കണം. അടുത്താണെങ്കിൽ കൂടുതൽ തിരിഞ്ഞു കൊടുക്കും വണ്ടി. കണ്ട അപ്പോൾ എളുപ്പം മാറും. മാറിയും തോന്നി ഉടനെ നേരെയാക്കുമ്പോൾ അടുത്ത സ്ഥലം നോക്കും. ആ തിരിഞ്ഞില്ലെങ്കിൽ തിരിയണം. അവിടെ കഴിഞ്ഞു ഇങ്ങോട്ട് വരണം. പിന്നെ റോഡ് എവിടെയാണ് കിടക്കുന്നത്? നിർത്തി. ഇവിടെ ഒരു തടസ്സം ഉണ്ടായിരുന്നു, അതിനെ കടത്തി. ഇതേ കണ്ട. പിന്നെ റോഡ് എവിടെയാണ്? റോഡ് കൂടുതൽ കിടക്കുന്നത് ഇവിടെയാണോ അപ്പുറത്താണോ? ഇന്ന് നമുക്ക് പോകേണ്ട വഴി എവിടെയുള്ളൂ? അവിടെയാണോ? ബാക്ക് എങ്ങോട്ട് വരണം? മോളെ കൺഫ്യൂഷനാണ്. ഇതേ ഇടിക്കാതിരിക്കാൻ മാറ്റി ഇവിടെ വരെ കൊണ്ടുപോകും. ഇനി നമ്മുടെ വഴി എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ വണ്ടി അങ്ങോട്ട് വരണം. അപ്പോൾ ആദ്യം തിരിച്ചങ്ങോട്ട് ഇനി കൊണ്ടുപോകാം. നോക്കണം. ഇതേലും ഇടിക്കില്ലെന്ന് മനസ്സിലായിരുന്നു. ഇനി അവിടെ ഇരിക്കരുത് വണ്ടി. അവിടെ നിന്ന് എപ്പം മാറി നേരെയാവുന്നു അപ്പം നേരെയാക്കണം വണ്ടിയെ. ആ അത് തന്നെ. പിന്നെ അങ്ങോട്ട് കറക്കരുത്. പിന്നെ കറക്കേണ്ടി അങ്ങോട്ട് വണ്ടി പോകും. കണ്ടോ? ഈ മൊത്തം കറക്കേണ്ടി വരരുത്. കണ്ടോ? ഇനിയാണ് നെഗറ്റീവിൽ അതിലേക്ക് പോകാൻ പറ്റുന്നത്. കൂടുതൽ തിരിച്ചേണ്ടി പറ്റും. അപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കേണ്ടി വരും. പിന്നെ നോക്കും. മുറവിൽ കൂടെ നോക്കും. സ്ഥലം എവിടെ കിടക്കുന്നതെന്ന് നോക്കി പുറകിലേക്കുള്ള കാഴ്ച കാണും. അത് എങ്ങോട്ട് മാറും? അങ്ങോട്ട് മാറ്റാം. അല്ലെങ്കിൽ അവിടെ കണ്ടോ? മാറി വരുന്നു. അവിടെ നേരെ ആകുമ്പോഴത്തേക്ക് വണ്ടി നേരെയാക്കും. കഴിഞ്ഞു. കണ്ടോ? ഇനി പമ്പരം പോലെ കറക്കരുത്. ഇപ്പോൾ ഒളിച്ചോട്ട് വരണ്ട. ഇത് നോക്കിക്കും. ഇനി എൻ്റെ അടുത്തൊന്ന് മാറി പോകണം പുറകിലേക്ക്. ഒരു ഉരുളുമ്പോഴേ പ്ലാൻ ചെയ്ത് മാറ്റി കൊണ്ടുപോകാം. മാറിയെന്ന് തോന്നിട്ട് വെച്ച് വണ്ടി നേരെയാക്കി. മാറിയാൽ നേരെയാക്കി. ഇട്ടാവേ പൈസ പോയതാ. ഇനി വീട്ടിൽ നോക്കും. നോക്കി ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകണം. എന്ത് ചെയ്യണം? മാറിയെന്ന് തോന്നിട്ട് വെച്ച് വണ്ടി നേരെയാക്കണം. അപ്പം നേരെയാക്കി. അങ്ങനെ പുറകോട്ട് വരാവുള്ളൂ. കേട്ടാ? വീട്ടിൽ നോക്കും. മാറി തോന്നി അപ്പം നേരെയാക്കി. ഇത് വിട്ടാൽ സമ്മതിക്കും. അത് തന്നെ. വാ. പിന്നെ അത് തന്നെയല്ലേ ചെയ്യണം. മോളെന്താ ചെയ്യുന്നത് അറിയാം? മുന്നിലേക്ക് പോണ പോലെ വണ്ടിയെ പുറകിലേക്ക് ഓടിക്കാൻ നോക്കുക. നടക്കത്തില്ല അത്. ഞാൻ പറഞ്ഞില്ല, നിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾക്ക്. നേരെ ഇൻസൾട്ട് ചെയ്യുമല്ല, അല്ല കുറ്റപ്പെടുത്തുമല്ല. മുന്നിലേക്ക് പോണ പോലെ പുറകിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത്. അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്കതൊന്നുമില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ ടാർഗറ്റും മാറ്റി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ മാറി നിന്ന് നിർത്തി ഒഴിവാക്കി പുറത്ത് പോയാൽ മതി. നമുക്ക് മുന്നിലേക്ക് പോകും. ഫസ്റ്റ് അപ്പം ഞാൻ ഒഴിവാകും തോന്നുന്നു. അവിടെ വണ്ടി നേരെ ആവണം. അല്ലാതെ ഇരുട്ടി ഓടാൻ നോക്കരുത്. അടുത്ത ലക്ഷ്യം എവിടെയാണെന്ന് നോക്കിയിട്ട് പിന്നെ വണ്ടി ഇട്ടാവും. പോട്ടെ. നിൽക്കട്ടെ. ആ നോക്കി കൊണ്ടുപോകാം. മാറിയും തോന്നിയാ നേരെയാക്കി. എന്നിട്ട് എന്നെ കടത്തി. അത് കുഴപ്പമില്ല. എൻ്റെ കാല അത് കാണാൻ പറ്റില്ല. എന്നോട് വാ, ഞാൻ അടുത്ത് നിന്നുകൊണ്ടാ. വാ, കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നിർത്തി ഇവിടെ. എന്നിട്ട് നോക്ക്, രണ്ട് സൈഡും നോക്ക്. ഇനി എങ്ങോട്ട് വണ്ടി മാറ്റണം?
അപ്പോൾ അങ്ങോട്ട് തിരിക്കാക്കില്ല. എന്നിട്ട് വണ്ടി ഒന്ന് അനക്ക്. ആ വഴിക്കാണോ വരുന്നതെന്ന് നോക്കി. ആണോ? ആ വഴിക്ക് ആവട്ടെ. അയാളെ ഇടിക്കാതെ എപ്പോൾ കിട്ടുന്നു അവിടെ നിർത്തി വണ്ടി നേരെയാക്കും. അല്ലാതെ ഓടിപ്പോവാൻ നോക്കാതെ. മഞ്ഞച്ചേരിയ ചുറ്റി കണ്ടില്ലേ? ഇനി ഇനി നില്ല് 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 ഓടല്ലേ. അയാളെ ഇടിക്കില്ല. അവിടെ നിൽക്കില്ല. അവിടെ അയാളെ ഇടിക്കില്ല എന്ന് കണ്ടോ? കണ്ടോ? കടന്നു പോകാല്ലേ അയാളെ ഇടിക്കാതെ. ഇനി അപ്പുറത്തൊന്ന് നോക്കി പോയാൻ തോറ്റു. അപ്പോൾ എന്ത് ചെയ്യണം? പുറകോട്ട് ചെല്ലുമ്പോൾ ഇയാളെ ഇടിക്കാത്ത രീതിയിൽ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അവിടെ നോക്കണം, ഇവിടെ നോക്കണം. നിർത്തി നോക്കി കൊണ്ടുപോകും. രണ്ട് സൈഡും നോക്ക്. തിരിച്ച് തീർക്കരുതേ. കഴിഞ്ഞു. ശരിയല്ലേ? ഇനി എവിടെ നിർത്തും മോളെ. അപ്പോഴും കൊണ്ട് ഓടാൻ നോക്കുക. പിന്നെ ഓടാൻ നോക്കി എന്ത് പറ്റും? അങ്ങോട്ട് നോക്കിക്കേ. ഓടാൻ പറ്റുമായിരുന്നാ? ഞാൻ ഇതല്ലേ പറഞ്ഞ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്ന്. ഇനി എന്ത് ചെയ്യണമായിരുന്നു? എവിടെ നേരെ ആവണമായിരുന്നു വണ്ടി? അതിന് മുന്നേ എടുത്തുകൊണ്ട് ഓടുക. അപ്പോൾ അറിവില്ലായ്മയാണോ? പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, എനിക്കതറിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുക ചെയ്തത്. കൺഫ്യൂഷൻ അല്ല ഇത്, ധൃതി കൊണ്ടാണ് അത്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിന്ന് നോക്കണം എവിടെയാണ് സ്ഥലമുള്ളത്, എങ്ങോട്ട് മാറും. അതൊന്ന് ചിന്തിക്കാൻ ഒരു സമയം, ഒരു സെക്കൻഡ് എടുത്താൽ മതിയായിരുന്നു. ഞാനിത് കുറ്റമല്ല പറയുന്നത്, അതെടുക്കുന്നില്ല സമയം. എന്നിട്ട് എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നിർത്തി നോക്കും. ഈ വണ്ടി എങ്ങോട്ട് മാറ്റണം, അങ്ങോട്ട് തിരിച്ച് മാറ്റിയിട്ട് തന്നെ എടുക്കും. കാരണം നമുക്ക് ഓടാനുള്ള സ്ഥലമില്ല, നമുക്ക് അത്ര ബാലൻസും ഇല്ല. മാക്സിമം ഇത് വേണ്ട. എന്നെ ചേർന്ന് വന്നത് ഞാൻ നിൽക്കുന്നതാണോ? എന്നെ ചേർന്ന് വന്നത് ഈ ബാക്കിൽ എന്നെ ചേർന്ന് വന്നത് പതുക്കെ വിട്ടു. ചേർക്കണം. തിരിച്ചിട്ടില്ല, ഇപ്പോഴും തിരിച്ചിട്ടില്ല. തിരിച്ച് പതുക്കെ വാ. എന്നെ ചേർന്ന് വന്നേ. ധൈര്യത്തെ വാ. വരട്ടെ. പതുക്കെ വാ. പതുക്കെ വരട്ടെ. ഇങ്ങോട്ട് വരട്ടെ. ഫ്രണ്ട് ഒന്ന് മനസ്സിൽ എപ്പോഴും ഒരു കണക്ക് വേണം. നമ്മുടെ ഈ ഫ്രണ്ടില്ല, ഈ സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. നമ്മൾ വരുന്നോടെ ഈ സ്റ്റെപ്പിലോട്ട് വരും. അപ്പൊ അതും എപ്പോഴും ഒരു മനസ്സിലൊരു കണക്ക് വേണം കേട്ടോ. പതുക്കെ വരട്ടെ. ധൃതി കാണിക്കരുത്. പതുക്കെ വരട്ടെ. ആ മതി. നേരെ ഈ വിഷ്വലിന് നോക്കിയാ മതി. ഈ വഴി കണ്ട, ഇത് ഇങ്ങനെ കിട്ടണം നമുക്ക്. ഇങ്ങനെ ഇറങ്ങണം. ബാക്കത് ഇങ്ങനെ ഇറങ്ങി വരും. വേണ്ട, പതുക്കെ വാ. ഞാൻ നിൽക്കുന്നത് വേണ്ട. എന്നിലോട്ട് ഇങ്ങനെ അടുത്തടുത്ത് വെച്ച വണ്ടി വരട്ടെ. പതുക്കെ വരട്ടെ. ലാൻഡ് ചെയ്യുമ്പോൾ ഇത് വേണ്ട, നമുക്ക് ഹൈറ്റ് കൂടുതലാണ്. ഇവിടുന്ന് ലാൻഡ് ചെയ്യുമ്പോൾ പതുക്കെ ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി ഇറക്കാവുള്ളൂ. ഓക്കെ, ലാൻഡിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടാ. പതുക്കെ പൊടിക്ക് വേണമെങ്കിൽ അകത്തി കൊടുക്കും. ഇച്ചിരി കൂടെ അകത്തി കൊടുക്കും. പതുക്കെ വരട്ടെ. ഇനിയാണ് ലാൻഡിങ്. പതുക്കെ വരട്ടെ. ഇനി ഇങ്ങോട്ട് അടുപ്പിച്ചു. വേണ്ട, ഞാൻ നിൽക്കുന്ന കാലത്തോട്ട് അടുപ്പിച്ചു. തിരിച്ചിട്ടില്ല ഇപ്പോഴും. തിരിച്ചിട്ടില്ല. പതുക്കെ വിട്ടു. തിരിച്ചിട്ടില്ല. നന്നായിട്ട് തിരിച്ചോ. നന്നായിട്ട് പതുക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പേടിക്കണ്ട. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെയാണ്. ഇത് വേണ്ട, ബാക്കി ഇവിടെ വരത്തുള്ളൂ. ഇനി കണ്ട, നേരെയാക്കുന്നു. മതി. ബ്രേക്ക് വിട്ട് ഇനി നേരെയാക്കിക്കോ. കുറേച്ച മതി. പതുക്കെ ലാൻഡ് ചെയ്യട്ടെ. ഇനി തിരിച്ചു അങ്ങോട്ട് തന്നെ. ഇനി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ടാണ് വരേണ്ടത്. അതല്ല, നമുക്ക് ബാക്കിലോട്ട് ഇറക്കാനായിട്ട് പോകല്ലേ. അപ്പൊ ഇതുണ്ട്, ഈ മിറർ നോക്കി ബാക്കിലോട്ട് ചേർത്ത് വിടും. പതുക്കെ ബാക്കി കാണാം. ഇതാണ് പില്ലർ, ഞാൻ നിൽക്കുന്ന സ്ഥലം. ഇത് വേണ്ട, ഇച്ചിരി നേരെ ആക്കിക്കാം. ഇത് വേണ്ട, ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് പില്ലർ. ഇതിനോട് മാക്സിമം ചേർന്ന് വരണം. ചേർത്ത് വിടും. ചേർത്തിട്ടില്ല, ഇപ്പോഴും ചേർത്തിട്ടില്ല. ചേർക്ക്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുത്. ചേർക്ക്. നന്നായിട്ട് തിരിച്ച് തീർത്തിട്ടില്ല. പതുക്കെ പോട്ടെ. ഇനി ഫ്രണ്ട് നോക്കിയാൽ മതി. ഫ്രണ്ട് വല്ലതും പറയുക തട്ടുക നോക്കിക്കാം കേട്ടോ. പതുക്കെ വിട്ടോളൂ.
തട്ടുന്നത് തോന്നിയാൽ ഫ്രണ്ടൊന്ന് പതുക്കെ നേരാക്കി കൊടുക്കും. ധൃതി കാണിക്കരുത്, പതുക്കെ. ധൃതി കാണിക്കരുത്, പതുക്കെ പതുക്കെ പോട്ടോ. ഇറങ്ങിയതേ വേണ്ട. ഇനി പോകാനുണ്ട്. നമുക്ക് ഈ വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടുന്നത് ബാക്ക് ലെവലിൽ കിട്ടും. ലോക്ക് അഴിയരുത്. ലോക്ക് അഴിയുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ലോക്ക് ചെയ്ത് പിടിച്ചോ. ബാക്ക് വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് കറക്റ്റ് വന്നിട്ടില്ല. ഇനിയും പറയണം ബാക്ക് പോട്ടെ, ധൈര്യത്തെ പോട്ടെ. ഇല്ല, ധൈര്യത്തെ പോട്ടെ. ഇത് കണ്ട, ഞാൻ നടന്നു പോണ കാലത്ത് കുഴി കണ്ട, ഇങ്ങോട്ടാണ് വണ്ടി വരുന്നത്. കണ്ട വരട്ടെ, ഇത് കണ്ട, ഇങ്ങനെ വരും വണ്ടി. ആ മതി. ഇപ്പൊ നമുക്ക് ഫ്രണ്ട് കിട്ടിയതുണ്ട. നേരെ ആക്കിക്കോന്ന്, 2 റൗണ്ട് നേരെ ആക്കിക്ക. നേരെ ആക്കി. ഇനിയിട്ട് തിരിക്കരുത്. നേരെ വരെ ഒന്ന് പുറത്തോട്ട് ഇറക്കി. ആ വിശ്വാസം കിട്ടും. പുറകോട്ട് തന്നെ ഒന്ന് ഇറങ്ങിക്ക. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? വണ്ടി കറക്റ്റ് പുറകോട്ടാണ് വരുന്നത്. ഇനി മുന്നോട്ട് എടുത്ത് കറക്റ്റായിട്ട് എടുത്ത് മുന്നോട്ട്. ഇനി എന്താണ് പ്രോബ്ലം? ഇവിടെ